തിരുവല്ലോമല 7th ഡേ സ്കൂളിലേക്ക് നമുക്കൊന്ന് പോകാം. ജേസൺ ചാമോളപ്പിൽ പല ബൂത്തുകളിലൂടെ കടന്നിപ്പോൾ തിരുവല്ലോമലയിൽ എത്തിയിരിക്കുകയാണ്. അവിടെ എന്തായി? അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോൾ ആളുകൾ ഇനിയും ഒരുപാട് വരി നിൽക്കുന്നുണ്ടോ അവിടെ? അതെ സുജയ, നമ്മൾ നിരവധി ബൂത്തുകളിലൂടെ രാവിലെ ആരംഭിച്ച യാത്രയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവില്ലാമല വില്വാതിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള സമീപത്തുള്ള 7th ഡേയിലാണ്. നിരവധി പേർ ഇപ്പോഴും ക്യൂവിലാണ്. 6 മണിക്ക് അവസാനിക്കാനുള്ള സാധ്യതയില്ല. അതിനു മുമ്പ് ചേലക്കരയിലെ ഒരു അപ്ഡേഷൻ പറയാം. ചേലക്കരയിൽ ഏകദേശം 5:19 70% പോളിംഗ് പൂർത്തിയായി എന്നാണ് ഔദ്യോഗിക കണക്ക് ഉള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഒരുപക്ഷെ കൂടുതൽ പോളിംഗ് എത്തിയേക്കാവുന്ന ഒരു സ്ഥിതിയുണ്ട്. 5:15 5:19 70% എങ്കിൽ ഈ സമയത്ത് പല ബൂത്തുകളിലും ഒട്ടുമിക്ക ബൂത്തുകളിലും നീണ്ട നിരയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വനിതകളെയും പുരുഷന്മാരും വലിയ രീതിയിൽ ക്യൂ നിൽക്കുകയാണ് ബൂത്തുകൾക്ക് മുമ്പിൽ. ഒരുപക്ഷെ 7 മണി കഴിയാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇനിയും ആളുകൾ എത്തിച്ചേരാനുണ്ട് എന്നതാണ് പ്രധാനമായും പറയുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ കെ രാധാകൃഷ്ണനും അതുപോലെ തന്നെ CC ശ്രീകുമാറും ഒക്കെ മത്സരിച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ പോളിംഗ് എത്തിയേക്കുമെന്ന കണക്കൂട്ടലാണ്. അത് നമ്മൾ കഴിഞ്ഞ വാർത്താ ബുള്ളറ്റിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ചേലക്കര മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ആവേശം, ആ വാശി, അതുപോലെ തന്നെ ആ ഒരു അനിശ്ചിതാവസ്ഥ, ഒരു വാശിയേറിയ പോരാട്ടം, ഇതെല്ലാം ഈ പോളിംഗ് ശതമാനം കൂട്ടുന്നതിന് ഒരു പ്രധാന ഘടകമായി തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകളിലും നീണ്ട നിര തന്നെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 7th ഡേ സ്കൂളിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരുപക്ഷെ ഒരു 7-7:30 വരെ നീണ്ടാലും അത്ഭുതപ്പെടാനില്ല, അത്രയേറെ ആളുകൾ നിൽക്കുന്നുണ്ട്. ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് പല ബൂത്തുകളിൽ രാവിലെ മുതൽ നമ്മൾ നിരവധി ബൂത്തുകൾ കയറിയതാണ്. മറ്റ് പല ബൂത്തുകളിൽ നമ്മുടെ വ്യത്യസ്ത റിപ്പോർട്ടർമാർ നൽകുന്ന വിവരങ്ങളനുസരിച്ച് അത്തരത്തിൽ പോളിംഗ് നീണ്ടുപോകാനുള്ള സാധ്യത കൂടുതൽ ആണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു പോളിംഗ് ശതമാനത്തിൽ ഒരു ചരിത്രം കുറിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട് സുജയ.